നമ്മുടെ വണ്ടിക്ക് ഓയിൽ വളരെ കമ്മിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പഴയ ഓയിൽ ഫിൽട്ടർ അഴിച്ച് മാറ്റിയ ശേഷം ഉള്ളെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓയിലും ഓയിൽ ഫിൽട്ടറും ഒരുമിച്ച് വാങ്ങി കൊണ്ടുവന്നാണ്. നമുക്ക് വേണമെങ്കിൽ വർക്ക്ഷോപ്പിൽ പറഞ്ഞാൽ അവർ തന്നെ വാങ്ങി കൊണ്ടുവന്ന് നമുക്ക് മാറ്റിത്തരും. പക്ഷേ ഞാൻ രണ്ടും പാടെ വാങ്ങി കൊണ്ടുവന്ന് മാറ്റുകയാണ്. നമ്മൾ സാധാരണ കമ്പനിയിൽ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ സംശയങ്ങളെല്ലാം ഉണ്ടാവും. ഓയിൽ മാറ്റിയിട്ടുണ്ടാവുമോ എന്നൊക്കെ പല സംശയങ്ങളുണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് ഒരു സംശയവും വേണ്ട. നമുക്ക് നേരിട്ട് കണ്ട് ഉറപ്പ് വരുത്താം. പഴയ ഓയിൽ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്യണം ആദ്യം. നമ്മുടെ ഓയിലുടെ കളറ് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം നമുക്ക് കമ്മിയായി എന്ന് ഫീൽ ചെയ്തപ്പോഴാണ് ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കറക്റ്റ് ടൈമിങ്ങിനാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ പഴയ ഓയിൽ ഫിൽറ്ററാണ്. അപ്പോൾ നമ്മൾ പുതിയത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഓയിൽ ഫിൽറ്റർ എന്താണെങ്കിലും മാറ്റണം എന്നാണ് തോന്നുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളൊരു പുതിയൊരു ഓയിൽ ഫിൽറ്റർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ഒരു ഓയിൽ ഫിൽറ്റർ ഇട്ട ശേഷം ഇതിൽ പേസ്റ്റ് ഇടണം. പേസ്റ്റ് ഇട്ടില്ലെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് ആദ്യം ക്ലോസ് ചെയ്ത ശേഷമാണ് നമ്മൾ പുതിയ ഓയിൽ നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ ഫിൽറ്റർ മാറ്റി പേസ്റ്റ് എല്ലാം ഇട്ട് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിടെയും ഇതുപോലെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാവും. ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ഓയിൽ. ഇനി നമുക്ക് പുതിയ ഓയിൽ ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഓയിൽ വാങ്ങാനുള്ള കാരണം എൻ്റെ ഇക്ക 1-2 ഭാഗത്ത് വിളിച്ചു ചോദിച്ചു. ഇത് നല്ല ഓയിലാണെന്നുള്ള ഒരു ഉറപ്പിൻ്റെ ഭാഗത്താണ് ഞാൻ ഈ ഓയിൽ വാങ്ങിയത്. ഇനി ഈ ഓയിലിന് റേറ്റ് വരുന്നത് 1000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഓയിൽ വാങ്ങി ഒഴിച്ചിട്ടുള്ളവരാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കിയ ശേഷം ഇത് എത്രത്തോളം ഒരു സ്മൂത്ത്നെസ് ഉണ്ട് എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഓയിൽ ചേഞ്ച് ഫിനിഷിങ് ആയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ ഓയിൽ വളരെ കമ്മിയായിരുന്നു. ഇപ്പോൾ ഓക്കെയാണ്.